വിളയൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാവാത്ത പ്രശ്നം പരിഹരിക്കാൻ നടപടികൾ ഊർജിതമാക്കി. കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയിട്ടുണ്ടോ എന്നതുൾപ്പെടെ അറിയാൻ പരിശോധന തുടങ്ങി. വിളയൂർ സെന്റർ, ചന്തപ്പടി, ചുണ്ടമ്പറ്റ റോഡ് പരിസരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ 100ഓളം കുടുംബങ്ങളിലേക്കാണ് കുടിവെള്ളം ലഭ്യമാവാത്തത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പുതിയ പൈപ്പുകളിലൂടെയുള്ള വെള്ളം വിതരണമാണ് നിലച്ചത്. പലയിടത്തും പൈപ്പുകൾ പൊട്ടുന്നത് പരിഹരിച്ചെങ്കിലും വീടുകളിലേക്ക് വെള്ളമെത്തുന്നില്ല. ഇതിനുള്ള കാരണവും വ്യക്തമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വാൽവുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പൊളിച്ചുള്ള പരിശോധന നടക്കുന്നത്. വിളയൂർ സെന്റർ, ചന്തപ്പടി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും പൈപ്പുകളുടെ തകർച്ച കണ്ടെത്താനായില്ല. ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടത്തുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് പഞ്ചായത്തിൽ ജലവിതരണം നടക്കുന്നത്. വേനൽ രൂക്ഷമായതോടെ കുടിവെള്ള വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ പലയിടത്തും വെള്ളമെത്താത്ത പ്രശ്നവും നിലവിലുണ്ട്. അതേസമയം വെള്ളം ലഭ്യമാവാത്ത പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറിയിൽ വെള്ളം വിതരണം ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ പറഞ്ഞു. ആവശ്യപ്പെടുന്നവർക്കെല്ലാം വെള്ളം എത്തിക്കുന്നുണ്ടെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരിങ്ങാടുകുണ്ട് പ്രദേശം വരെ നല്ല ഫോഴ്സിൽ വെള്ളം ലഭിക്കുന്നുണ്ട്. കരിങ്ങാടുകുണ്ട് അറബി കോളേജിന് ശേഷമുള്ള ഈ ഹൈസ്കൂൾ പാലം വരെയുള്ള നമ്മുടെ ഭാഗങ്ങളിൽ അതിനോട് ലിങ്ക് ചെയ്ത കുറച്ച് ലൈനുകളുള്ളത്. മൂരിക്കുന്നത്ത് ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഓലാഞ്ചേരി റോഡിൽ കുറച്ച് ഭാഗങ്ങൾ, പ്രഭാ റോഡിലെ കുറച്ച് ഭാഗങ്ങൾ, ഇങ്ങനെ 2-3 പ്രദേശങ്ങളാണ് വെള്ളം ലഭിക്കാതിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ഭാഗത്താണ് തടസ്സം എന്നറിയാത്തതുകൊണ്ട് അത് പരിശോധിക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. ഇന്ന് JCB ഉപയോഗിച്ചുകൊണ്ട് മെയിൻ വാൾവുകൾ മുഴുവൻ അഴിച്ച് പരിശോധിക്കാനുള്ള ശ്രമമുണ്ട്. പക്ഷെ അതിന് റെഡ്യൂസ് ചെയ്ത ഭാഗങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പഴയ കാലത്ത് ലൈനിട്ടപ്പോൾ അതിൻ്റെ 6 ഇഞ്ച് പൈപ്പിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന ഭാഗങ്ങളുണ്ട്. അവിടെ ആവാം ബ്ലോക്ക് വന്നിട്ടുണ്ടാവുക എന്നൊരു ധാരണയിലാണ് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ. എന്തായാലും ആ പ്രദേശങ്ങൾ ഏതാണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ അതിന് തീരുമാനമാകും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുടിവെള്ളം ബുദ്ധിമുട്ടുള്ള ആ സ്ഥലങ്ങൾ മുഴുവൻ നമ്മുടെ പഞ്ചായത്തിൽ മൊത്തം നടക്കുന്നതാണ്. ടാങ്കർ മുഖേന നമ്മൾ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. അത് എവിടെയാണോ കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങൾ പറഞ്ഞാൽ അവിടെ മുഴുവൻ ടാങ്ക് മുഖേന കുടിവെള്ള വിതരണം നമ്മൾ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. അതുകൊണ്ട് കുടിവെള്ള ക്ഷാമത്തെ ബന്ധപ്പെട്ട പരാതികളെല്ലാം ആര് വിളിച്ചാലും എവിടുന്ന് ഏത് പ്രദേശമായാലും ശരി അവിടെ കുടിവെള്ളത്തിന് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാങ്കർ റോഡുകളൊക്കെ സജ്ജമായിട്ടുണ്ട്. അത് നടന്നു വരുന്നുണ്ട്. കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ലാതെ പുതിയ ഡിസൈനുകളിലുള്ള ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാനിതാ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് 100% എക്സ്ചേഞ്ച് ഓഫർ. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക സ്കീമുകൾ. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. നല്ല നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇന്ന് തന്നെ ഷോറൂം സന്ദർശിക്കൂ. ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.